യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2 നമ്മൾ വായിച്ചു കേൾക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സമയത്ത് ഈശോ വെള്ളം വീഞ്ഞാക്കി. ഇത് വായിക്കുന്നവർ പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങനെയെങ്കിൽ നമുക്ക് വീഞ്ഞ് കുടിച്ചുകൂടെ? സ്നേഹമുള്ളവരെ, വീഞ്ഞ് കുടിക്കാം, പക്ഷേ നിങ്ങൾ ഇതിൻ്റെ പിന്നിലെ വസ്തുത, സത്യം മനസ്സിലാക്കണം. ബൈബിൾ പണ്ഡിതന്മാരായ വില്യം ബാർക്ലേയും സ്പേർജനും പറയുന്നത് ഇപ്രകാരമാണ്: യേശുവിൻ്റെ കാലത്തും അതിക്ക് മുമ്പും സർവ്വസാധാരണമായി വിളമ്പിയിരുന്ന വൈൻ അല്ലെങ്കിൽ വീഞ്ഞ് ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ്. 2 ഗ്ലാസ് വൈനിൽ 3 ഗ്ലാസ് വെള്ളം ചേർത്താണ്. 2 ഗ്ലാസ് വൈനിൽ 3 ഗ്ലാസ് വെള്ളം ചേർത്താണ്. അതുകൊണ്ട് അതിൽ ലഹരി വളരെ വളരെ കുറവായിരുന്നു. ആയതിനാൽ ഒരാൾക്ക് ലഹരി പിടിക്കണമെങ്കിൽ ഒത്തിരി അമിതമായിട്ട് വൈൻ കുടിക്കേണ്ടിയിരുന്നു. അത് സർവ്വസാധാരണം ആയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന വൈനുകളിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ മദ്യലഹരി വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ വീഞ്ഞ് കുടിക്കുവാൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.